നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ ബ്ലോക്ക് സമ്മേളനം സിന്ദാബാദ്. മലമ്പുഴ ബ്ലോക്ക് സമ്മേളനം സിന്ദാബാദ്. ASSQ സിന്ദാബാദ്. മലമ്പുഴ ബ്ലോക്കിന്റെ 34ാം വാർഷിക സമ്മേളനം ഇന്നും നാളെയുമായി ഇവിടെ വെച്ച് നടക്കുകയാണ്. അകത്തേത്തറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ സമ്മേളനം നടത്തുന്നത്. ആ സമ്മേളനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. മറ്റു വിശദാംശങ്ങളൊക്കെ നമുക്ക് സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും പ്രത്യേകം പറയാതെ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു. പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ CR നാരായണമൂർത്തി മാഷെ ആദരവോടെ ക്ഷണിക്കുന്നു. മലമ്പുഴ ബ്ലോക്ക് സമ്മേളനം സിന്ദാബാദ്. 3.5 ലക്ഷം പെൻഷൻകാരുടെ ഐക്യമായ ഒരു പ്രസ്ഥാനം. KSSPU 34ാം വാർഷിക സമ്മേളനം ഒലവക്കോട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലമ്പുഴ ബ്ലോക്ക് 2 ദിവസമായി നടത്തുന്ന 34ാം വാർഷിക സമ്മേളനത്തിൻ്റെ ആദ്യ ദിനമായ സാംസ്കാരിക സമ്മേളനം M. ഭാർഗവിക്കുട്ടി ടീച്ചർ നഗറിൽ ഒലവക്കോട് അനുഗ്രഹ കല്യാണ മണ്ഡപം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് CR നാരായണമൂർത്തി അധ്യക്ഷനായി. പൂക്കാസ സംസ്ഥാന പ്രസിഡന്റ് വൈശാഖൻ സമകാലിക സാംസ്കാരിക പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. അംഗങ്ങളുടെ പേരക്കുട്ടികളിൽ സബ് ജില്ലാ കലോത്സവത്തിൽ LP തലത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് വാങ്ങിയ കുട്ടികളെ അനുമോദിച്ചു. അംഗങ്ങളുടെയും പേരക്കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായി. സംഘടന ബ്ലോക്ക് സെക്രട്ടറി PV ചന്ദ്രൻ സ്വാഗതവും സാംസ്കാരിക സമിതി കൺവീനർ BS വേണുഗോപാൽ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ വളരെ ഭംഗിയായി തന്നെ നടന്നു. അവിടെ വേറെ ഒന്നും തടസ്സമാവില്ല. എൻ്റെ അച്ഛൻ KSSPന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയാൻ കാരണം. ഒന്ന് ഭയന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആരോഗ്യ പ്രശ്നം അലട്ടിയപ്പോൾ ഞാനൊന്ന് നിയന്ത്രിച്ചു. പരിപാടിക്ക് പോകുന്നില്ല, എനിക്കൊരു ഭയം, വീഴുകയെ എന്തെങ്കിലും ആയാൽ. അച്ഛൻ ഞാനും തമ്മിലൊരു ഒരു അടുപ്പവും പ്രശ്നമൊക്കെ ആയപ്പോൾ എനിക്കൊരു പേടി, എന്തെങ്കിലും ഒന്ന് ആയാൽ. അപ്പം ഞാനൊന്ന് നിയന്ത്രിച്ചു. പരിപാടി പങ്കെടുക്കുമ്പോൾ പോണ്ട, അല്ലെങ്കിൽ അങ്ങനെ പോകരുത്, ഇവിടെ നിന്നാൽ മതി, വിളിച്ചാൽ മതി, അവർ വരുമ്പോൾ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രിച്ചു. പക്ഷെ നിയന്ത്രിച്ച് കഴിഞ്ഞ് തിരിച്ച് വീടെത്തുമ്പോൾ ഒന്ന് എന്നോട് കാണിക്കുന്നൊരു നീരസമുണ്ട്. ആകെ കിട്ടുന്നൊരു സന്തോഷമാണ് KSSPUവിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പങ്കെടുത്ത് വന്നു കഴിഞ്ഞാൽ പങ്കെടുക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാർ മരിച്ച പെൻഷനേഴ്സ് ഉണ്ടാവുക. അവരങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പോൾ അവരിങ്ങനെ 3-4 ആളുകൾ ഇങ്ങനെ അപ്പൻ തിരിച്ചു വരുന്നതും കാത്ത് അവരിങ്ങനെ വരും. അവരുടെ അടുത്ത് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നതും തലേന്ന് പോകുന്നതിന് ഗൗരവം പറയുന്നതും ആ പോകുമ്പോഴും വരുമ്പോഴും കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് നിഷേധിച്ച ഒരാളെന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന ഒരു നീരസമുണ്ട്. എനിക്ക് മനസ്സിലായി. പാവമായ സംഗതി, അതായത് ജാതി വേർതിരിവ്, മതവേർതിരിവ്, ഇതെല്ലാം ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്നാണ് ആ ചെറിയ വലിയ ക്ഷേത്രമൊന്നുമല്ല അരുവിക്കരയുള്ളത്. ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം ലക്ഷ്യമിട്ടാണ് നമ്മുടെ സ്വപ്നം. പക്ഷെ ഇപ്പം കാര്യങ്ങൾ തിരിഞ്ഞു വന്നത്, അതായത് നവോത്ഥാനത്തിൽ നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങൾ, സ്ത്രീ സമത്വം, ഐക്യമില്ലായ്മ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ, ജാതി ഭേദമില്ലായ്മ, ഇതൊക്കെ വീണ്ടും തിരിച്ചു വരിക. എന്നുവെച്ചാൽ സാംസ്കാരികമായി ഒരു തിരിച്ചുപോക്കിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പണ്ടേ പോയിക്കൊള്ളു. കേരളം അങ്ങനെ അല്ലായിരുന്നു. നമുക്കറിയാം, ഇപ്പോഴും കേരളം ഒരുപക്ഷെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വികസിത രാജ്യങ്ങളിലൊപ്പം പല നിലവാരവും നമുക്കുണ്ട്. പല കാര്യത്തിലും ഒന്നാമതാണ് നമ്മൾ. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് നമുക്ക് മാറാടുമറ്റും ഉണ്ടായ സംഭവം നമുക്കറിയാം. ഇന്ത്യയിൽ എത്രയോ സ്ഥലങ്ങളിൽ 1-2 വർഗീയ കലാപം ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.